ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇൻഡോ ബംഗ്ലാ ബോർഡറിലാണ്. ഒരു കാല് അല്ലെങ്കിൽ ഒരു കണ്ണിന് അപ്പുറത്തേക്ക് തൊട്ട് മുന്നിൽ കാണുന്നത് ബംഗ്ലാദേശ് എന്നൊരു മറ്റൊരു രാജ്യമാണ്, ഒരു ഇൻ്റർനാഷണൽ ബോർഡറാണ്. ഇതിനു മുന്നേ ഞങ്ങൾ കണ്ട ആ ബോർഡർ ഇൻഡോ ചൈന ബോർഡറായിരുന്നു. അത് നമ്മുടെ ഉത്തരാഖണ്ഡ് യാത്രയ്ക്കിടയിലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്ര അടുത്തൊരു ബോർഡർ കാണുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ. കൺമുന്നിൽ കാണുന്നത് ബംഗ്ലാദേശ് എന്നൊരു മറ്റൊരു രാജ്യം, ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ പോലെ. പക്ഷേ വേലികളില്ല, വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു യെല്ലോ ലൈൻ, ഒരു ചെക്ക് പോസ്റ്റ് മാതിരി നമ്മുടെ നോർമൽ നാട്ടിലൊക്കെ കാണുന്ന പോലെ അത് മാത്രമുള്ള. പിന്നെ കുറച്ച് പട്ടാളക്കാരും. വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും വല്ലാത്തൊരു ഫീലിങ്സും ഒക്കെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല, കാരണം ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് വിസ വേണം, ബാക്കിയുള്ള അപ്രൂവൽസ് ഉണ്ടാവണം. ഇവിടെ പറയുന്നത് ഈ ലോക്കൽസിന് ജസ്റ്റ് എന്തോ പറയാം, എന്താ പറയുക, ഈ ഫെസ്റ്റിവൽസിൻ്റെ സമയത്തും മറ്റും പെർമിഷൻസ് ഉണ്ടാവും കച്ചവടം നടത്താൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ മൗലിയാങ്കിലും മറ്റും പോകുന്ന വഴിക്ക് ഈ ചുറ്റും ലെഫ്റ്റ് സൈഡിൽ ഞങ്ങൾ ഇൻഡോ ബംഗ്ലാ ബോർഡർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബോർഡർ ചെക്ക് പോസ്റ്റിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. ഈ ഇൻഡോ ബംഗ്ലാ ബോർഡർ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദോക്കി ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം മാറിയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് അവിടെ വിസിറ്റ് ചെയ്യാം. എൻട്രി ഫീസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഷില്ലോങ്ങിൽ നിന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ഷില്ലോങ്ങിൽ നിന്ന് ദോക്കിയിലേക്ക് എത്തുക, ഷെയർ ടാക്സിയോ ഒക്കെ കിട്ടുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ദോക്കിയിൽ ഹോം സ്റ്റേസ് എടുക്കുക അല്ലെങ്കിൽ ഹോട്ടലുകൾ എടുക്കുക, അവിടെയും അവൈലബിൾ ആണ്. പക്ഷേ നെറ്റ്വർക്ക് ഇച്ചിരി ശോകമായിരിക്കും, സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും നെറ്റ്വർക്ക് ക്രാഷ് ആകാം. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഒരു ഫുൾ ഡേ മൊത്തത്തിൽ നെറ്റ്വർക്ക് ക്രാഷ് ആയിരുന്നു. ഞങ്ങൾക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ദോക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇവൻ വീട്ടിൽ പോലും ഫോൺ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഈസിയാണ്, വേറെ ഇഷ്യൂസ് ഇല്ല. അവിടെ BSF ഒഫീഷ്യൽസ് ഉണ്ട്. നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്നതിന് മുന്നേയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേയും അവരുടെ പെർമിഷൻസ് മേടിക്കുക. പെർമിഷൻസ് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദയവ് ചെയ്ത് അവർ പറയുന്നത് കേൾക്കാണ്ട് ആ ഒരു പർട്ടിക്കുലർ ലൈനുണ്ട്, ആ ലൈനിന് അപ്പുറത്തേക്ക് പോകാതിരിക്കുക. നമുക്ക് ഈ ബോർഡറിൻ്റെ ഫോട്ടോസോ മറ്റോ എടുക്കുന്നതിന് വേറെ ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഈ ഫോഴ്സിൻ്റെ പട്ടാളക്കാരുടെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ അവരുടെ പെർമിഷൻ ചോദിക്കുക. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാതിരിക്കുക. അത് വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഓവറോൾ ഞങ്ങൾ കണ്ട പട്ടാളക്കാർ ആ ചെക്ക് പോസ്റ്റിലുണ്ടെന്ന് അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, ഭയങ്കരമായിട്ട് പോസിറ്റീവായിരുന്നു. കാരണം നമ്മൾ ഈ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ടത് പട്ടാളക്കാരുടെ കഷ്ടപ്പാടുകളാണ്, അവരുടെ സ്ട്രഗിളാണ്, അവരുടെ സ്ട്രെയിനാണ്. നമ്മുടെ ഓരോ സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നമ്മളെ സംരക്ഷിക്കാനായിട്ട് വന്നു നിൽക്കുന്ന ആൾക്കാരെ പട്ടാളക്കാരല്ലേ. സത്യത്തിൽ ഞങ്ങൾ കണ്ടോളൂ. ഞങ്ങൾ ദോക്കി നമ്മുടെ മൗലിയാങ്ങിൽ നിന്ന് ദോക്കിയിലേക്ക് രാത്രി തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ ഈ റോന്തിന് പോകുന്നതും അല്ലെങ്കിൽ അവർ നടന്നുകൊണ്ടിരിക്കുന്നതും ഇത്രയും വലിയ ബാഗേജസൊക്കെ ആയിട്ട് ആ വെയിറ്റൊക്കെ ആയിട്ട് നടക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അത്ര ഈസി അല്ല ഗൈസ്. എനിക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, ഇനിയുള്ള യാത്രയിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കാണും, ഒരുപാട് പട്ടാളക്കാരെ കാണാനുണ്ട് അരുണാചൽ യാത്രയിലും മറ്റും. അത് ഇൻഡോ ചൈന ബോർഡറാണ്. ബട്ട് എന്താ പറയുക, ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. ഈ ചെക്ക് പോസ്റ്റ്, മറ്റൊരു രാജ്യത്തിൻ്റെ കൾച്ചർ, അവിടെ നിന്നുള്ള ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ഈ ബംഗ്ലാദേശികൾ. എനിക്ക് തോന്നുന്നു ഈ ബംഗ്ലാദേശിൽ ഈ ബോർഡറൊക്കെ ടൈറ്റ് ആവുന്നത് ആ ബംഗ്ലാദേശിലെ അൺട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായി, അതിനുശേഷമാകണം കുറേ അധികം ടൈറ്റും സ്ട്രിക്റ്റും ഒക്കെ വരുന്നത്. ഇതിനു മുന്നേ ഞങ്ങളുടെ ഫ്രണ്ട്സ് വിസിറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞത് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ഈസിയാണ്, ചില്ലാണ്, വളരെ കാഷ്വലായി നമുക്ക് കാണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചധികം സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു. നിങ്ങൾ വരുന്ന സമയത്ത്, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ക്യാബ് ഉണ്ടെങ്കിൽ ക്യാബ് ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി അയക്കാൻ 500 രൂപ കൊടുത്ത ഷില്ലോങ്ങിലേക്ക് വരാം. ആ ഗുവാഹത്തിയിൽ നിന്ന് ഷില്ലോങ്ങിൽ നിന്ന് ദോക്കി, അതാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് നമ്മുടെ രാജ്യം കാക്കുന്ന, സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി നമ്മളെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കാവൽ നിൽക്കുന്ന, സ്വന്തം ജീവൻ പോലും സാക്രിഫൈസ് ചെയ്യുന്ന നമ്മുടെ ധീരന്മാരായ ജവാന്മാർക്ക് വേണ്ടി, പട്ടാളക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ട് ആ ദോക്കിയിൽ ബോട്ടിങ്ങിന് പോയ സമയത്ത് ഒരു മലയാളി പട്ടാളക്കാരനെ കണ്ടായിരുന്നു, ശ്രീകുട്ടൻ. പുള്ളിക്കാരൻ്റെ ഫോട്ടോയും മറ്റും എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു, ആ പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല, നിലമ്പൂരുകാരൻ. അപ്പോൾ ശ്രീകുട്ടൻ ബ്രോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വലിയ സല്യൂട്ടാണ്. നിങ്ങൾ 4 വർഷമായിട്ട് ഈ നോർത്ത് ഈസ്റ്റിൽ വന്ന് ജോലി ചെയ്യുന്നു. പലപ്പോഴും വീട്ടുകാരെ വിളിക്കാനൊക്കെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കൊണ്ടല്ലോ, മൊബൈലൊക്കെ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളിലോ സ്ട്രഗിൾ ചെയ്ത് എഫേർട്ട് എടുത്ത് നമ്മുടെ ബോർഡറിൽ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്നേഹം മാത്രം, ബഹുമാനം മാത്രം. ഇത് കാണുന്ന ഓരോ പട്ടാളക്കാരോടും ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും മാത്രമാണ്. സോ ഇത്ര മാത്രം. ലവ് യു ഓൾ. ബൈ.